വളരെ ക്യൂട്ടായിട്ടുള്ള ഈ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ചെയ്താലോ. ഇതിന് വേണ്ടി കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാച്ചസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സാറ്റിൻ റിബണാണ് കേട്ടോ, നമ്മുടെ സാധാ സാറ്റിൻ റിബണാണ്. അറൗണ്ട് 28, 29, 30 ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ലെങ്ത് കുറച്ച് കൂടിയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, കുറച്ചുകൂടെ വലുതായിട്ടിരിക്കും. പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ എടുത്തിരിക്കുന്ന 5.5 ആണ്, അതുകൊണ്ട് ഒരു 28 ഒക്കെ വന്നാൽ കുഴപ്പമില്ല. ഇനി ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത് കുറച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ 2 മടക്കെടുത്തിട്ട് ഇതുപോലെ തിരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് സ്റ്റാർട്ടിങ് പോർഷനും എഡ്ജ് പോർഷനും പുറയിലോട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത രീതിയിൽ വേണം ഇത് ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഹെയർ ബോ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണിത്. എന്നാലേ ആ 2 എഡ്ജും ബാക്കിലോട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങും പെർഫെക്ഷനും ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് അതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. ഇത് വളരെ എളുപ്പമാണ് വെച്ചാൽ. ഇത് വന്നാൽ ഭയങ്കര ക്യൂട്ട്. നിങ്ങൾക്കത് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭംഗിയായിരുന്നു എന്ന്. ഇപ്പോൾ എന്നിട്ട് ആ എല്ലാം ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനൊന്ന് എല്ലാം ഒന്ന് സൈഡൊക്കെ നമ്മളത് ടൈ ചെയ്യുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല. അതിനെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ബാലൻസ് ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തങ്ങ് മാറ്റുക. ഇനി ഞാൻ ആ സെൻറ്ററിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്മളെ സാറ്റിൻ റിബൺ തന്നെ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. 2 സൈഡും ഒന്ന് 2 എഡ്ജും നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് കറക്റ്റ് നമുക്കത് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു കറക്റ്റ് ഒരു ഫിനിഷിങ് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതിനൊന്ന് എന്ത് ചെയ്യുക, സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഒറ്റ കവറിങ് അല്ല 2 പ്രാവശ്യം ഒന്ന് അതിനെ മടക്കി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ വെച്ചും ചെയ്യാം, നമുക്ക് ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് പിടിക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ബാക്ക് ഒന്ന് ഒരുക്കി കൊടുത്താലും മതി. ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമൊന്നും ഇല്ല അവിടെ. ഇതുപോലെ ബാക്ക് സൈഡിൽ, കാരണം ഇത് സാറ്റിൻ റിബണാണ്, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് നമ്മുടെ സാറ്റിൻ റിബണാണ്. ഇത് 2 സൈഡുള്ള സാറ്റിൻ ഫിനിഷ് ഉള്ളതല്ല, സിംഗിൾ സൈഡാണ്. നമ്മൾ സാധാരണ നോർമൽ സാറ്റിൻ റിബണിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാച്ചസ് കൊടുക്കുന്നത്. ആ പാച്ചസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ ഭംഗിയായി മാറുന്നത്. ഇനി അടുത്ത് ചെയ്യുന്നത് ഇത് മാത്രം വെച്ച് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. ഇനി അടുത്ത് ഞാൻ ഇതിൻ്റെ 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡ്സ് ഈ സൈഡിലേക്ക് ഞാൻ കുറച്ച് ബീഡ്സ് കൊടുക്കുന്നു. ഈ ബീഡ്സ് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിക്കോണം. ജസ്റ്റ് ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ബീഡ്സ് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുക. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയ്ക്കാം. വലുത് വേണമെങ്കിൽ വലുത് വയ്ക്കാം, ചെറുത് വേണമെങ്കിൽ ചെറിയ ബീഡ്സ് വേണമെങ്കിലും വയ്ക്കാം. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ്സ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് വെക്കുക. ഈ ബീഡ്സിൻ്റെ സൈസ് ഇപ്പോൾ കുറച്ച് ചെറിയ ബീഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ലെയർ കൊടുക്കാം. 2 ലെയർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മനോഹരമാണ് കേട്ടോ. അത് കുറച്ച് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ അതിൻ്റെ ഒന്നും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പിന്നാലെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതൊക്കെ നമ്മളിതൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്നാൽ സാറ്റിൻ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വില കുറഞ്ഞ് കിട്ടുന്നതാണ്. ഞാൻ എപ്പോഴും ഗ്രോസ് ഗൺ റിബൺ ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു, അത് കിട്ടാനും പാടാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാറ്റിൻ റിബണിൽ തന്നെ കൂടുതലായിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഗ്രോസ് ഗൺ റിബണിനെക്കാളും സാറ്റിൻ റിബൺ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇനി ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് 2 സൈഡിൽ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കട്ട് ബീഡ്സ്, ഹാഫ് കട്ട് ബീഡ്സ് ആണ്. നമ്മുടെ സൈസിനനുസരിച്ചുള്ള കട്ട് ബീഡ്സ് എടുക്കുക, അതിനൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇതിനെ തിരിച്ച്, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നതിനേക്കാളും തിരിച്ച് ഒന്ന് അലിഗേറ്റർ ക്ലിപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബോ ചെയ്യാം. ഇതിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പായിട്ട് എടുക്കുന്നു, അതിന് നമുക്ക് ക്യൂട്ടായിട്ടൊരു ഹെയർ ബോ വേണമെങ്കിൽ ജസ്റ്റ് തിരിച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ജസ്റ്റ് ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ എന്താ പറയുക കട്ട് ബീഡ്സ് കൊടുക്കുന്നു. കട്ട് ബീഡ്സ് കൊടുത്തതിന് ശേഷം 2 സൈഡിലും സ്റ്റോണും കൂടെ കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള നമുക്ക് കിട്ടുന്ന സാധാ മെറ്റീരിയൽസാണ്. കാരണം ചിലപ്പോൾ ഗ്രോസ് ഗൺ റിബണൊക്കെ ചെയ്യുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, നോർമലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി സെൻറ്ററിലുള്ള ആ പാച്ചസ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഈ കട്ട് ബീഡ്സിൻ്റെ സൈഡിൽ ഒരു സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അത് വെച്ച് കൊടുത്താലും മതി.
ഒരു പാച്ചസ് അതും ഭംഗിയാണ് കേട്ടോ. ഇനി കുഞ്ഞു സ്റ്റോൺസ് കട്ട് ബീഡ്സിൻ്റെ ഗ്യാപ്പില്ലേ ആ രണ്ട് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അത് ഫുള്ളായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ക്യൂട്ടായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ശരിക്കും കുറച്ചുകൂടെ കളർ ഞാൻ പിക്ചറിൽ കാണുന്നതാണ് കറക്റ്റ് കളർ കേട്ടോ. കുറച്ചുകൂടി നമ്മൾ ലൈറ്റിൻ്റെ ഇതിൽ കുറച്ച് കളർ ഒന്ന് വ്യത്യാസം വന്നേ ഉള്ളൂ. ചെയ്യുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാറ്റിൻ്റെ ബണ്ട ഒരു കളറില്ലേ, നല്ല ഗ്ലേസിങ് ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് എടുക്കുമ്പോൾ. ഇത് നോർമലി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് എല്ലാവർക്കും വെക്കാം. നമുക്ക് ആ പാച്ചസ് മാത്രം മാറ്റിക്കണം. നോക്കി എന്ത് ഭംഗിയാണ്, വളരെ സിമ്പിളാണ്. അതൊരു ഭയങ്കര ആഡംബരം അങ്ങനെ ഉള്ള ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള. നോക്കി സൂം ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണിച്ചത് രണ്ട് സൈഡും ആ ബീഡ്സൊക്കെ വെച്ചപ്പോൾ വളരെ മനോഹരമായി. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.